ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളാകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈഗോ മാറ്റിവെക്കുകയാണ്. അവൻ അല്ലെങ്കിൽ അവൾ ആദ്യം എന്നെ വിളിക്കട്ടെ. ഇന്നലെ ഞാനാണ് അങ്ങോട്ട് മെസ്സേജ് അയച്ചത്, അതുകൊണ്ട് ഇന്ന് അവൻ ഇങ്ങോട്ട് മെസ്സേജ് അയക്കട്ടെ. അവരുടെ മുമ്പിൽ അങ്ങനെ താനൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇങ്ങനെയുള്ളൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊരിക്കലും നിങ്ങളെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല. ഈഗോയാണ് പലപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ വില്ലനാകുന്നത്. ഈഗോ കൂടിക്കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെയാകാനുള്ളൊരു കാരണം അതുതന്നെയാകും. അതുകൊണ്ട് അവൻ ആദ്യം വിളിക്കട്ടെ അല്ലെങ്കിൽ അവൾ ആദ്യം വിളിക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ ഓവറായിട്ട് ഈഗോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് മാറ്റുകയാണ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം സന്തോഷം കൊടുക്കുകയാണ്. ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് അവരെ എപ്പോഴും സന്തോഷവാനോ അല്ലെങ്കിൽ സന്തോഷവതിയോ ആക്കി വെക്കുക എന്നതാണ്. അവർക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരുന്ന് കേൾക്കുക. പറ്റുമെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. പിന്നെ കുറേ അധികം തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ നന്നായിട്ട് ചിരിപ്പിക്കുക. ആ ഒരു വ്യക്തിയുടെ അടുത്ത് കുറച്ചൊക്കെ കൊഞ്ചലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. കുറച്ച് ഫൺ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തിയെ സന്തോഷവാനോ അല്ലെങ്കിൽ സന്തോഷവതിയോ ആക്കി വെക്കുകയാണ് എങ്കിൽ അവരുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം തന്നെ ഉണ്ടാവും. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുകയാണ്. ബോയ്സിന് പൊതുവെ ഓവറായിട്ട് അങ്ങനെ കുറ്റം പറയുന്ന പെൺകുട്ടികൾ ഇഷ്ടമല്ല. ബോയ്സ് ഇങ്ങനെ കുറ്റമൊക്കെ കേൾക്കുമെങ്കിലും അല്ലെങ്കിൽ അവർ പരസ്പരം പറയുമെങ്കിലും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റം അല്ലെങ്കിൽ ഏഷണി ഇതൊക്കെ ഇങ്ങനെ ഓവറായിട്ട് പറയുന്നത് അവർക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. നിങ്ങൾ തമ്മിലിരിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക. ആ ഒരു സമയം ബാക്കിയുള്ളവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് വേണം ആ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തികളോട് എല്ലാ ആളുകൾക്കും ഒരു അട്രാക്ഷൻ തോന്നും. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലൊരു സ്ഥാനമുണ്ടാവും. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് പോയിന്റായിട്ട് വരുന്നത് ലിസൺ ദം. അവരെ കേട്ടിരിക്കുക. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ കാര്യം ഓർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊരു സൊല്യൂഷൻ നൽകാം. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം കേട്ടിട്ട് ഒരിക്കലും വേറെ ആരോടും പോയി പറയാതിരിക്കുക. അവർ നിങ്ങളെ വിശ്വസിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളിൽ മാത്രമായിട്ട് നിൽക്കണം. ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഒന്നും ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ പോയി ഷെയർ ചെയ്യാതിരിക്കുക. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ പോയിന്റായിട്ട് വരുന്നത് എക്സ്പ്രസ് യുവർ ലവ് ആണ്. ഉള്ളിൽ സ്നേഹമുണ്ട് എന്നാൽ പുറത്ത് കാണിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവണം എന്നില്ല. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് തുറന്ന് പ്രകടിപ്പിക്കണം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നമ്മളോട് സ്നേഹമുണ്ട് എന്ന് ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അറിയത്തുള്ളൂ. അല്ലാതെ അവർ ആ ഒരു സ്നേഹം നമ്മളോട് കാണിക്കാതെ നമുക്കൊരിക്കലും അവരുടെ ഉള്ളിൽ നമ്മളോടൊരു ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതേപോലെ തന്നെയാണ് എല്ലാ ആളുകളുടെ കാര്യവും. നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രകടിപ്പിക്കുക. ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചാൽ മാത്രമാണ് അതിൻ്റെ ആഴം എത്രമാത്രമാണ് എന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവത്തുള്ളൂ. സ്നേഹം ഒരിക്കലും ഉള്ളിൽ കൊണ്ട് നടക്കാൻ ഉള്ളതല്ല, അത് പ്രകടിപ്പിക്കാൻ കൂടിയുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെ ഒന്നാമതാക്കാൻ വേണ്ടിയിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും
ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.